നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് വേണ്ടി നിർണായകമായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ബൂത്ത് അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റികൾ നൽകിയ കണക്കുകൾ സെക്രട്ടേറിയറ്റ് വിശകലനം ചെയ്യും. പാർട്ടി വിട്ട G. സുധാകരൻ മത്സരിച്ച അമ്പലപ്പുഴ, TK ഗോവിന്ദൻ മത്സരിച്ച തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ തിരിച്ചടി നേരിട്ടോ എന്നതാണ് പ്രത്യേകം പരിശോധിക്കുന്നത്. 75 മുതൽ 80 വരെ സീറ്റ് നേടാൻ കഴിയുമെന്ന വിലയിരുത്തലിലാണ് നേതാക്കൾ. വിജിൻ വായന്തോട് വിവരണമായി ചേരുന്നു. വിജിൻ, എവിടെയൊക്കെ തിരിച്ചടി നേരിടും എന്നാണ് CPMന്റെ ഒരു ആശങ്ക? ജില്ലാ കമ്മിറ്റികളുടെ കണക്ക് എങ്ങനെയാണ്? അത് സെക്രട്ടേറിയറ്റ് അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ? അജിംസ്, എന്തായാലും ജില്ലാ കമ്മിറ്റികൾ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകൾ അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈമാറിയിട്ടുണ്ട്. അതിലുള്ള കൃത്യമായ വിശകലനമൊക്കെയാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടക്കുന്നത്. എന്തായാലും നേതാക്കൾ ഇപ്പോഴും പറയുന്നത് ശക്തമായ മത്സരം പല സ്ഥലങ്ങളിലും നടന്നെങ്കിലും തുടർഭരണം ഉണ്ടാകുമെന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയും ആശ്വാസവും ഒക്കെയാണ് LDF നേതാക്കൾ പങ്കുവെക്കുന്നത്, പ്രത്യേകിച്ച് CPM നേതാക്കൾ പങ്കുവെക്കുന്നത്. അതിനിടയിലാണ് നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നിപ്പോൾ ചേരുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല. മുഖ്യമന്ത്രി കണ്ണൂരിലാണ് നിലവിൽ ഉള്ളത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാത്തത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ അറിയിക്കുന്നത്. എന്തായാലും നിലവിൽ സൂചിപ്പിച്ചതുപോലെ പല സ്ഥലങ്ങളിലും കടുത്ത മത്സരമുണ്ട് എന്നുള്ള റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റികൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കളമശ്ശേരി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ്. മന്ത്രിമാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. മന്ത്രി അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ മത്സരവും ഒരുപക്ഷെ തിരിച്ചടിക്കുള്ള സാധ്യതയും ഒക്കെയാണ് ജില്ലാ കമ്മിറ്റികൾ റിപ്പോർട്ടായി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. തൃത്താലയിൽ ഉൾപ്പെടെ ശക്തമായ മത്സരം നടക്കുന്നു എന്നുള്ളതാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റി നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. അങ്ങനെ പലയിടങ്ങളിലും ശക്തമായ മത്സരം നടക്കുന്നുണ്ട് എങ്കിലും 71 വരുന്ന സീറ്റിൽ ഷുവറായും ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് CPM നിലവിൽ പ്രതീക്ഷിക്കുന്നത്. 23 മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടക്കുന്നു. അതിൽ 10 മണ്ഡലങ്ങളെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ CPM ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതാക്കൾ ഒക്കെ എത്തിയിരിക്കുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ച തന്നെയാണ് നടക്കുക. ഒപ്പമാണ് ഈ അമ്പലപ്പുഴയിലും ഒപ്പം തന്നെ തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കി നേതാക്കളായിട്ടുള്ള ആളുകൾ തന്നെ പാർട്ടി വിടുകയും പിന്നീട് സ്വതന്ത്രരാവുകയും UDF അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. ഡീൽ ആരോപണങ്ങൾ ഉൾപ്പെടെ G. സുധാകരൻ അമ്പലപ്പുഴയിൽ ഉയർത്തുകയും ചെയ്തു. BJP വോട്ടും ഒപ്പം തന്നെ SDPI വോട്ടും ഒക്കെ ആയിട്ടുള്ള ഡീൽ ആരോപണങ്ങൾ പലതായി ഉയർന്നു വന്നിരുന്നു. ഈ മണ്ഡലങ്ങളിൽ തളിപ്പറമ്പിലും ഒപ്പം തന്നെ അമ്പലപ്പുഴയിലും പ്രത്യേകമായിട്ടുള്ള പരിശോധന എന്തായാലും CPM നടത്തും. അതിലൊരു വൈഡായിട്ടുള്ള പരിശോധനയായിരിക്കില്ല നടത്തുകയെങ്കിലും പക്ഷേ പ്രാഥമികമായി ഏതൊക്കെ തരത്തിൽ ഇവരുടെ പാർട്ടി വിടൽ ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയായി UDFന് ഒപ്പം ചേരൽ ഒക്കെ ഏത് തരത്തിൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കി, ഏത് തരത്തിൽ അത് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഒരു ചർച്ച, പ്രാഥമികമായ ചർച്ച അത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടക്കും. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് മുഹമ്മദ് റിയാസ് സെക്രട്ടേറിയറ്റ് യോഗത്തിന് എത്തിയപ്പോൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും അവകാശവാദം ഉന്നയിക്കുന്നത്, അതായത് ഭരണം നേടും എന്നുള്ള അവകാശവാദം, 100 സീറ്റിലേക്കൊക്കെ എത്തുമെന്നുള്ള അവകാശവാദം, അത് ഫണ്ട് പിരിവിന് വേണ്ടിയിട്ടാണെന്നാണ്. 10 വർഷം LDF ഭരിച്ച സമയത്ത് പിരിച്ചതിനേക്കാൾ തുക ഒരു മാസം കൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 9-ാം തീയതി മുതൽ മെയ് 4-ാം തീയതി വരെ ഉള്ള സമയത്ത് റിസൾട്ട് വരുന്നതിന് മുമ്പ് എത്രയും പൈസ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ നടത്തുന്നതെന്നുള്ള ആരോപണമാണ് റിയാസിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും വരുന്നത്. ഇപ്പോഴും CPM നേതാക്കൾ പൂർണ്ണമായ കോൺഫിഡൻസ് പങ്കുവെക്കുന്നു. പക്ഷേ ജില്ലാ കമ്മിറ്റികൾ നൽകിയ കണക്കുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യം അവർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. ശക്തമായ മത്സരം പല മണ്ഡലങ്ങളിൽ, പല നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ, മന്ത്രിമാരുൾപ്പെടെയുള്ളവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ, തിരൂരിലും ഒപ്പം തന്നെ കളമശ്ശേരിയും തൃത്താലയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഒപ്പം തന്നെ നേമത്ത് ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വിശകലനം അത് ജില്ലാ കമ്മിറ്റികൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ മന്ത്രിമാർക്കൊരു തിരിച്ചടി ഉണ്ടാകുകയെങ്കിൽ CPM ഉയർത്തുന്ന വാദം അത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതാണ്, വികസനത്തിനാണ് വോട്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ള കണക്ക് വരുമ്പോൾ അതൊരുപക്ഷേ ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയായൊക്കെ ഈ അവലോകനത്തിൽ ചർച്ചയിലൊക്കെ അവർ ഉന്നയിക്കാനും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. എന്തായാലും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അതിനുള്ള പരിശോധനയാണ് നിലവിൽ ജില്ലാ കമ്മിറ്റികൾ 14 ജില്ലാ കമ്മിറ്റികളും നൽകിയ റിപ്പോർട്ട്. അത് ബൂത്ത് അടിസ്ഥാനത്തിൽ പൂർണ്ണമായും റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. മണ്ഡലാടിസ്ഥാനത്തിൽ വിവരങ്ങൾ നൽകിയത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുരോഗമിക്കുകയാണ്. അതിൽ പിണറായി വിജയൻ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത.